നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രി അവറുകൾ. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം പ്രണവമലയിലെ വിശേഷങ്ങളും. നമസ്കാരം സർ. നമസ്കാരം. കർക്കിടക രാശിക്കാരൻ്റെ ശനിമാറ്റം ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് ശനിമാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ കർക്കിടകൻ രാശിക്കൂറുകാർക്ക് പുണർതം കാല് പൂയം ആയില്യം ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് 2023 ജനുവരി 17 മകരം 3-ാം തീയതിയാണ് ശനി മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് അതിചാരത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ കർക്കിടകം രാശിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ മോശമായ സാഹചര്യത്തിലൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 7-ലാണ് ശനി, കണ്ടകശനി കാലഘട്ടം. 9-ൽ നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ ഒരു രാശി പിന്നോട്ട് നിൽക്കുമ്പോൾ അത് 8-ന്റെ ഫലം, അഷ്ടമ വ്യാഴം. അതേപോലെ തന്നെ 10-ൽ നിൽക്കുന്ന രാഹു കർമ്മത്തിന് ബന്ധിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം കൂടി വളരെ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന കർക്കിടകൻ രാശി നക്ഷത്രക്കാര് പുണർതം കാല് പൂയം ആയില്യം ചേർന്ന ഈ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി ജനുവരി 17 മകരൻ രാശിയിൽ നിന്ന് കുംഭത്തിലേക്ക് അതിചാരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ 8-ലേക്കാണ് ശനി വരുന്നത്. പാരമ്പര്യവാദികളായ ജ്യോത്സ്യന്മാർ പറയും അഷ്ടമശനി വളരെ മോശമാണ്, കഷ്ടപ്പാടുണ്ടാക്കും. നിങ്ങളറിയുക, ശനി 3, 6, 8 ഭാവങ്ങളിലാണ് അനുഗ്രഹ വർഷം ചൊരിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശനിമാറ്റം കർക്കിടകൻ രാശി നക്ഷത്രങ്ങളായ പുണർതം കാല് പൂയം ആയില്യം ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് വളരെ സൗഭാഗ്യങ്ങൾ നൽകുന്ന കാലഘട്ടമായിട്ടാണ് മാറി വരുന്നത്. ഇവിടെയാണ് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ എന്ന് തന്നെ പറയുന്നത്. കാരണം നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന മണ്ടത്തരങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശനി തരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ടെൻഷനെല്ലാം തനിയെ വഴിമാറിപ്പോകും. അതേപോലെ ഇവിടെ വ്യാഴമാണ് 9-ൽ നിന്ന് ഭാഗ്യസ്ഥാനത്ത് മറച്ച് 8-ൽ നിൽക്കുമ്പോൾ വളരെ മോശമായ അവസ്ഥയുണ്ട്. അതേപോലെ രാഹു 10-ൽ നിൽക്കുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അതിനെ പ്രതിവിധി ചെയ്യേണ്ടത് ശനി അനുകൂലത്തിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കിവിടെ വ്യാഴത്തിനും അതേപോലെ തന്നെ രാഹുവിനുമാണ് പരിഹാരം ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ, തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ്. അപ്പോൾ 10-ൽ നിൽക്കുന്ന രാഹുവിന് കർമ്മ തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ടി തിരുപേരമംഗലത്തപ്പനെ എല്ലാ മാസത്തിലും ഒരു 100 പാലും നടത്തുക. അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ വ്യാഴപ്പിഴവിന് വേണ്ടിയിട്ട് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാന് എല്ലാ വ്യാഴാഴ്ചകളിലും ഭഗവാന് നിങ്ങളുടെ പേരിൽ പാൽപായസവും ഭാഗ്യസൂക്താർച്ചനയും നടത്തുക. 130 രൂപയാണ് അതിന് ചാർജ് ആവുന്നത്. അതേപോലെ തന്നെ ദേവദേവൻ മഹാദേവന് പ്രണവമലയിൽ എല്ലാ തിങ്കളാഴ്ചകളിലും ധാര, കുവളപത്ര പുഷ്പാഞ്ജലി, പിൻവിളക്ക്, വെള്ള നിവേദ്യം എന്നിവ നടത്തി മുന്നോട്ട് പോവുക. അങ്ങനെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കണ്ണിൽ കൊള്ളുന്നത് കണ്ണിൻ്റെ പുരുകത്ത് തട്ടി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനുവേണ്ടി കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന ആചാര്യ സംവാദം ജ്യോതിഷം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക. അതേപോലെ പ്രണവമലയിലേക്ക് എല്ലാ മാസത്തിലും സൗജന്യ തീർത്ഥാടന യാത്ര, ബസ് സൗകര്യങ്ങൾ ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് സനാതന ധർമ്മസംഘത്തിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ സനാതന ധർമ്മസംഘത്തിൽ അംഗങ്ങളാകുന്നതിന് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ചെലവഴിക്കേണ്ടതില്ല. നിങ്ങൾ നിലകൊള്ളുന്ന അതേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിലനിന്നുകൊണ്ട്, അതേ സമുദായങ്ങളിൽ നിലനിന്നുകൊണ്ട്, അതേ മതങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികൾക്കും തുല്യ സ്വാതന്ത്ര്യം നൽകണം എന്ന ഒരു ആശയത്തോടുകൂടി എല്ലാ കുടുംബങ്ങൾക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സനാതന ധർമ്മസംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക. ചേരണമെന്നുള്ളവർ ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിന് വേണ്ടി ഇവിടെ പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാവാഹനം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന സമൃദ്ധി നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കി കണ്ടകശനി കാലഘട്ടമാണോ, ഏഴരശനി കാലഘട്ടമാണോ, വ്യാഴം മോശമായ അവസ്ഥയിലാണോ, രാഹുകേതുക്കൾ മോശമായ അവസ്ഥയിലാണോ, ഏത് ദശാകാലങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് കരുതിയിരിക്കേണ്ടത്, വിവാഹം കഴിക്കേണ്ട നാളുകൾ, പഠിക്കേണ്ടത് എന്താണ്, അതേപോലെ
തൊഴിൽ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുള്ള ആളാണെങ്കിലും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ ജാതകം എഴുതി വാങ്ങി നോക്കിയാൽ 27 പേജിലൂടെ സമ്പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ വരച്ച് കാണിക്കുന്ന ഈ ജാതകം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നവരാരും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ല എന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും. നിങ്ങൾക്ക് വീടിന് ഗൃഹപ്രവേശ ചടങ്ങുകൾ നടത്തുമ്പോൾ പഞ്ചാലങ്കാര പൂജയോടുകൂടി തന്നെയാണ് പൂജാ സംവിധാനം ഒരുക്കി തരുന്നത്. അപ്പോൾ വേണമെന്നുള്ളവർ സ്റ്റാഫുകളുടെ നമ്പറുകളിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, എപ്പോഴും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നവർ ഒരിക്കലും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ല എന്ന ഒരു തത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക. അല്ലാതെ യുക്തിവാദം മാത്രം പറഞ്ഞ് ജീവിച്ചാലൊന്നും ഒരിക്കലും ജീവിത വിജയം നേടാൻ സാധിക്കുകയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം, എൻ്റെ പേര് പ്രസാദ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്. മറ്റുള്ള ജ്യോത്സ്യന്മാരെക്കാൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സാറിൻ്റെ ജ്യോതിഷവും പൂജാരീതികളും. അതുകൊണ്ട് സാറിൻ്റെ അടുത്ത് വന്ന് ജ്യോതിഷം നോക്കി, രാശി വെച്ചേക്ക് പ്രശ്നം നോക്കി, അപ്പോൾ അതിൻ്റെ കാരണവും എന്നാണ് എനിക്ക് പ്രശ്നം തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. അപ്പോൾ തന്നെ എനിക്ക് സാറിനെ പൂർണ്ണ വിശ്വാസമായി. പിന്നെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞു. പൂജ ചെയ്തു. പൂജ ചെയ്തപ്പം ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ രണ്ടാമതും വീണ്ടും ചെറിയ ദോഷം വന്നപ്പോൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. രണ്ടാമത് വരുമ്പോൾ നമുക്ക് സാറിനെ കൺസൾട്ടേഷന് ഫീയൊന്നും വാങ്ങുന്നില്ല. പിന്നെ 1000 രൂപ വെറും ദക്ഷിണ മാത്രമേ വാങ്ങുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ അമ്പലം എന്ന് പറഞ്ഞാൽ 22 ദേവതകളുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ ഓരോ വഴിപാട് കഴിക്കുന്ന ശക്തി അത് അനുഭവിച്ചറിയണം. പിന്നെ സാറ് പറയുന്ന 4 കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുകയെന്ന് വെച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. ഒന്ന് ബാധാവാഹനം, ഒന്ന് വാസ്തു ക്ലിയർ ചെയ്യുക, പിന്നെ ധർമ്മദേവത പ്രീതി, പിന്നെ ഒന്ന് പിതൃപ്രീതി. ഈ 4 കാര്യങ്ങൾ മുമ്പ് ക്ലിയറാക്കി പോകാൻ വെച്ചാൽ ജീവിതത്തിൽ നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ 8 ഗണപതി ക്ഷേത്രമുണ്ട്. മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കാം. ഇത് വേറെ ക്ഷേത്രത്തിലും കണ്ടിട്ടില്ല. പിന്നെ ഈ ക്ഷേത്രങ്ങളിൽ മുട്ടറെത്താൽ തന്നെ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.